പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഓണം സ്റ്റാറ്റസ് എഡിറ്റിംഗ് ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ യൂസ്ഫുൾ ആവണേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ഒക്കെ ചെയ്തിട്ട് കട്ടക്കിന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് സമയം കഴിക്കട്ടെ, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് റെസൊല്യൂഷൻ എന്നുള്ള അവിടെ 1080 2340 സെറ്റ് ചെയ്യുക. ഫ്രെയിം റേറ്റ് 60 FPS കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു സോങ് ഉണ്ട്. അപ്പോൾ ഈ എഡിറ്റിങ്ങിന് ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് സോങ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഓഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 25 സെക്കൻഡ് ഉണ്ട് കേട്ടോ ഈ ഒരു ഓഡിയോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഇമേജാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇമേജ് നമ്മൾ 3 സെക്കൻഡ് വീതം ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോ പൂക്കളായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ ഞാൻ ആഡ് ചെയ്തു. ശേഷം 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ ഏകദേശം ഒരു 60 ആയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി 2 സെക്കൻഡാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊരു 3 സെക്കൻഡായിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നിങ്ങൾ അവസാനം വരെ ഓരോ ഇമേജ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജും നമ്മൾ 3 സെക്കൻഡ് വീതം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 60 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്കൊക്കെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി അതൊന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നാണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്വിങ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം ഒരു 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ 1 സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങളൊരു -7 ഇടുക. അതുപോലെ തന്നെ ആംഗിൾ 2 നിങ്ങളൊരു +7 ഇടുക. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ശേഷം നമ്മൾ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള എല്ലാ ഇമേജിലും കൊണ്ടുവന്നിട്ട് ആ ഒരു എഫക്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഗൈസ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ അതിൻ്റെ കളർ നിങ്ങൾ വൈറ്റ് ആക്കുക. ശേഷം നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി സെലക്ട് ചെയ്തിട്ട് ഫേദർ എന്നാണ് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾ ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഈ റേഞ്ചിലായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് അവസാനം വരെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു മാവേലിൻ്റെ PNG ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലിൻ്റെ PNG. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം ജസ്റ്റ് ബാക്ക് വരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് ഏറ്റവും എൻഡ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അനിമേഷൻ കൊടുക്കണം. അതിനുവേണ്ടി അതൊന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഡിസ്റ്റോർഷൻ ആൻഡ് റാപ്പ് സെലക്ട് ചെയ്താൽ ബെൻഡ് കാണാം. ഈ ഒരു ബെൻഡ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ഒറിജിൻ കാണാം, അത് നമ്മൾ ബോട്ടം ആയിട്ട് സെറ്റ് ചെയ്യുക. ശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് കാണാം. ഈ ഒരു സ്റ്റാർട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഒരു 25% ആയിട്ട് ഇടുക കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ശേഷം നമ്മൾ ഈ ഒരു ആംഗിളിൽ വരിക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു 2.5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആംഗിൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക. ഏകദേശം ഒരു 25% ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ഒരു 2.5 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ ഒരു -25 ആക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ 2.5 സെക്കൻഡ് കൂടുമ്പോഴും നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ കീ ഫ്രെയിം നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അവസാനം വരെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു എന്താ പറയുക ഒരു തെങ്ങ് പോലത്തെ ഒരു PNG ഉണ്ട് കേട്ടോ, വെക്ടർ ആർട്ട്. അപ്പോൾ അതിൻ്റെ PNG കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് ആ ഒരു ഇമേജ്. ശേഷം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് സൈസൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ PNG നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു സർക്കിളിൻ്റെ താഴെയായിട്ടും ആ ഒരു ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. ശേഷം വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഷാഡോ ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് ഒരു ഓണാശംസകൾ എന്നുള്ള ജസ്റ്റ് ഒരു PNG ഉണ്ട് കേട്ടോ, മലയാളം ടെക്സ്റ്റ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്നിട്ട് അത് കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങൾ മുകളിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ കൊടുത്തതിന് ശേഷം അത് നിങ്ങൾ അവസാനം വരെ നിങ്ങൾ
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ആ ഒരു ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക പൾസ് സൈസ് എന്നാണ് ഈ ഒരു പൾസ് സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഈ ഒരു ഷ്രിങ്ക് നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നിങ്ങൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ 2 തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ. അപ്പോൾ അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ശേഷം നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം അത് ആയിട്ടുണ്ട്. ഇനി കഴിച്ച് നമുക്ക് അടുത്തായിട്ട് ഈ മാവേലിൻ്റെ അടുത്ത് നമുക്കൊരു ഹാപ്പി ഓൺ എന്ന് കൊടുക്കണം. അത് ഏകദേശം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഹാപ്പി എന്നുള്ള ജസ്റ്റ് ഒരു ടെക്സ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം അത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അവസാനം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 0.30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓണം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം അത് മൂവ് ചെയ്തിട്ട് ഏകദേശം നമ്മൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഓണം ഹാപ്പി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക. ശേഷം നമ്മൾ ഈ ഒരു ലെയർ നമുക്ക് അവസാനം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി കഴിച്ച് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു 2 ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ഹാപ്പി എന്നുള്ളതും ഓണം എന്നുള്ളതും, അതിന് നമുക്ക് ചെറിയൊരു സൂം ഇന്ന് കൊടുക്കുക, എഫക്റ്റ് കൊടുക്കുക കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഹാപ്പി എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു 0.30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിലെ കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ഇതുപോലെ നിങ്ങൾ ചെറുതാക്കി കൊടുക്കുക. ശേഷം നിങ്ങൾ കർവ് ഓപ്ഷനിൽ വന്നിട്ട് ഈ രീതിയിലായിട്ടൊരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരെ ഈ ഒരു ലെയറിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് അതിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. കറക്റ്റായിട്ടൊരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ഇതുപോലെ ചെറുതാക്കി കൊടുക്കുക. ശേഷം നമ്മൾ കർവ് ഓപ്ഷനിൽ വന്നിട്ട് ഈ രീതിയിലായിട്ടൊരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ചെയ്താൽ തന്നെ നമ്മുടെ ഒരു എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി കുറച്ച് യൂസ് ചെയ്തിട്ട് ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി ഫൈനലി ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക. വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഹൈ ആക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ സംശയങ്ങൾക്ക് എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു PKD എഡിറ്റ്സ്.